ഹലോ ഫ്രണ്ട്സ്, ഈ ഫെബ്രുവരി മാർച്ചൊക്കെ നല്ല വെയിൽ കാലമാണെങ്കിലും രാവിലെയും വൈകുന്നേരമൊക്കെ ഒരു കുളിരുണ്ടല്ലോ. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിൽ ആ കുളിർ സമയത്ത് നമുക്ക് ചൂടോടെ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നും. അപ്പോൾ അതിനു വേണ്ടി ഞാനിന്ന് ചെയ്യുന്നത് വെജിറ്റബിൾ ന്യൂഡിൽ സൂപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നൂഡിൽസ് ചെയ്യുന്നതിനായിട്ട് ഒരു കടായി വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു 5-6 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അതും കുനുകുനാന്ന് അരിഞ്ഞത്. ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇട്ട് കൊടുത്ത് ഒരു 1 to 2 minutes നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാള, ചെറിയ പീസ് കാബേജ്, ഒരു ക്യാരറ്റ്, ഒരു 5 to 6 ബീൻസ്, പിന്നെ ഒരു പച്ചമുളക്, ഇത്ര മാത്രമാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതെല്ലാം കൊണ്ടൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കോൺ, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കൂടുതലൊന്നും അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 1 to 2 minutes മതിയാവും. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിക്കാം. അതുപോലെ ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കാം. കുറച്ച് ടൊമാറ്റോ, ഇതെല്ലാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. എരിപ്പും പുളിപ്പും ഉപ്പും ഒക്കെ എല്ലാം വേണമെന്ന് കൂടുതൽ ആഗ്രഹമുള്ളവർ അതനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സൂപ്പായത് കാരണം വെള്ളം അധികം വേണം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ അതിൻ്റെ ഉപ്പും പുളിപ്പും ഒക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് വേണം വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഇടയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് പുളിപ്പും എരിവും ഒക്കെ അല്പം കുറവായി. അത് കാരണം ഞാൻ വീണ്ടും സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ഒക്കെ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യാണ്. 3 ചില്ലി മിക്സിയിലിട്ടതിനാണ് ഞാൻ പൊടിച്ചെടുത്തത്. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് തനിயாக വാങ്ങിക്കാനും കിട്ടും. വെളുത്ത എള്ളില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ വെള്ളത്തിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി 1 സ്പൂൺ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ആ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെ കിട്ടും, ഒരു കൊഴുകൊഴുപ്പ് കിട്ടും. ഇപ്പോൾ സൂപ്പിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. എനിക്കിതിൽ എരിവ് അല്പം കുറവാണ്. അത് കാരണം ഞാനിതിൽ കുറച്ച് പെപ്പർ ചേർക്കുന്നുണ്ട്. അത് ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കാൻ പോയാണ്. പെപ്പർ ചേർക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ചേർത്താൽ മാത്രമേ അതിൻ്റെ മണവും ഗുണവും ഒക്കെ നമുക്കൊന്ന് അതേപടി കിട്ടുകയുള്ളൂ. ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിക്കാം. ഞാൻ ഈ നൂഡിൽസ് നന്നായിട്ട് വേവിച്ചിട്ട് പ്ലെയിൻ വാട്ടറിൽ വീണ്ടും കഴുകിയതിന് ശേഷമാണ് ഇത് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പിസയിലൊക്കെ ഇടുന്ന ടോപ്പിങ്സ് ഇല്ലേ, ഒറിഗാനോ ടോപ്പിങ്സ്, അതിട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം കുറച്ച് പെപ്പറും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ നമ്മുടെ നൂഡിൽസ് റെഡി. വെറും നൂഡിൽസ് അല്ല, ഇത് സ്പൈസി നൂഡിൽസ് സൂപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എരിപ്പ് ചേർത്തോളൂ. കൊച്ചു കുട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെഷർമെൻറ്റൊക്കെ ധാരാളം മതി. ഞാൻ ഇവിടെ ഒരു ഗ്രീൻ ചില്ലി, കുറച്ച് ഗ്രീൻ ചില്ലിയുടെ സോസും പിന്നെ 1 സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ അത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്യാം. നല്ല സ്പൈസി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. നിങ്ങളിതുപോലൊന്ന് ചെയ്ത് നോക്കൂ. എഗ്ഗ് വേണമെന്നുള്ളവർ ഒരു ബുൾസായിട്ട് കൊടുത്തു അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കൂ. പിന്നെ വേണമെങ്കിൽ മഷ്റൂം വേണമെങ്കിലും വേവിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് തരണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഫോർ നൗ.